ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് ട്രാൻസ്ഫോമറിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമറെ കുറിച്ച് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ട്രാൻസ്ഫോമറിൻ്റെ മെയിൻ പാർട്സും അതിൻ്റെ ബേസിക് ഫങ്ഷൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമർ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതാണ് ട്രാൻസ്ഫോമർ. നമ്മുടെ സബ് സ്റ്റേഷനിൽ, അതുപോലെ പവർ സ്റ്റേഷനിൽ, നമ്മൾ റോഡിന് സൈഡിൽ കൂടെ ഒക്കെ പോകുന്ന പോൾ മൗണ്ട് സ്റ്റേഷനിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ട്രാൻസ്ഫോമറിനെ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ട്രാൻസ്ഫോമറിന്റെ മെയിൻ പാർട്സുകൾ. ഇത് നമ്മൾ ഈ എല്ലാ പാർട്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരോ പാർട്സിലായിട്ട് പോവാം. ആദ്യം കോർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊവൈഡ് മെക്കാനിക്കൽ സപ്പോർട്ട് ഫോർ എൻ്റർ ട്രാൻസ്ഫോമർ ആൻഡ് പ്രൊവൈഡ് എ പാത്ത് ഫോർ ഫ്ലോ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, നമ്മുടെ ഈ വൈൻഡിങ്സ്, പ്രൈമറി വൈൻഡിങ്, ട്രാൻസ്ഫോമറിൽ രണ്ട് തരം വൈൻഡിങ് ഉണ്ടാവും. പ്രൈമറി വൈൻഡിങ്സ് ഉണ്ടാവും, സെക്കൻഡറി വൈൻഡിങ്സ് ഉണ്ടാവും. ഈ വൈൻഡിങ്ങിന് ഒരു മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പാർട്ടാണ് എന്ത്? കോർ. ഓക്കെ, അപ്പോൾ ഈ കോറിലാണ് എന്ത് ചെയ്യുക, വൈൻഡിങ്സ് എന്ത് ചെയ്യുക, നമ്മൾ വൗണ്ട് ചെയ്യുക. ഓക്കെ, ഈ കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ സിംഗിൾ പീസ് അല്ല. ഇത് കോർ ഉണ്ടാക്കിയിരിക്കുന്നത് സോഫ്റ്റ് അയൺ ഓർ സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസ്, അതായത് ഇങ്ങനത്തെ സിലിക്കൺ സ്റ്റീൽ ഷീറ്റുകൾ എന്ത് ചെയ്യും, നമ്മൾ സ്റ്റാമ്പിങ് ചെയ്യും. കാരണം ഇതിങ്ങനെ ഓരോന്നോരോന്നായി പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് നെറ്റും ബോൾട്ട് ഇട്ട് ടൈറ്റ് ആക്കുക ചെയ്യാറ്. ഓക്കെ, ഈ ഓരോ ഷീറ്റിന്റെ ഇടയിലും എന്തുണ്ട്, ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോട്ടറിന്റെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ജനറേറ്ററിന്റെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, എഡി കറണ്ടും ഹിസ്റ്ററിസിസ് ലോസും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇങ്ങനെ ലാമിനേഷൻ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ കോറിലേക്കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യണം, മാഗ്നറ്റിക് ഫ്ലക്സ് ഫ്ലോ ചെയ്യുന്നത്. അതുപോലെ മെക്കാനിക്കൽ ഈ കോർ എന്ന് പറയുക ഒരു ലോ റിലക്റ്റൻസ് മെറ്റീരിയൽ ആണ്. പറഞ്ഞിട്ട് റിലക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് പറയുന്ന പോലെ മാഗ്നറ്റിക് സർക്യൂട്ടിനെ ഒപ്പോസ് ചെയ്യുന്ന, മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ് എന്ത്, ഈ റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ കോർ വന്ന ലോ റിലക്റ്റൻസ് മെറ്റീരിയൽ ആണ്. ഓക്കെ, അതാണ് നമ്മൾ സോഫ്റ്റ് അയൺ, സിലിക്കൺ സ്റ്റീലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോർ എന്ന് പറഞ്ഞ ട്രാൻസ്ഫോമറിന്റെ ടാങ്കിന്റെ ഉള്ളിലാണ് ഈ കോർ നമ്മൾ എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യുക. ഈ കോർ നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റില്ല. ഓക്കെ, അതൊരു ഇന്റേണൽ കമ്പോണന്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് തരം കോർ ഉണ്ട്. കോർ ടൈപ്പ്, അതായത് നമ്മൾ കോർ കൺസ്ട്രക്ഷൻ, നമ്മൾ വൈൻഡിങ്സ് രണ്ട് തരത്തിലാണ് കണക്ട് ചെയ്യാറ്. മീൻസ് ടൈപ്സ് ഓഫ് കോർ കൺസ്ട്രക്ഷൻ രണ്ട് തരത്തിലുണ്ട്. കോർ ടൈപ്പും ഉണ്ട്, അതുപോലെ തന്നെ ഷെൽ ടൈപ്പും ഉണ്ട്. ഓക്കെ, ഈ കോർ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ലിംസ് ആയിട്ടാണ് ഉണ്ടാക്കുക. ഓക്കെ, ഇതൊരു എൽ ഷേപ്പുള്ള രണ്ട് ലിംസ് എന്ത് ചെയ്യും, ജോയിൻ ചെയ്തിട്ട് ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുക, വൈൻഡിങ്സ് വൗണ്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ നോർമലായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ നോർമൽ ആയിട്ടുള്ള ട്രാൻസ്ഫോമർ നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒരു സെറ്റപ്പിലാണ് നമ്മൾ പഠിക്കാറ്. പക്ഷേ ഈ ഒരു കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല. കാരണം ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ഫ്ലക്സ് ലീക്കേജ് ഉണ്ടാവുന്ന ഒരു സെറ്റപ്പാണ് ഈ കോർ ടൈപ്പ് എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് നമ്മൾ ഈ കോർ ടൈപ്പ് വല്ലാതെ യൂസ് ചെയ്യാറില്ല. നമ്മൾ അധികം ഷെൽ ടൈപ്സ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, എൽ ഷേപ്പ് കോർ ആണ്. ഓക്കെ, രണ്ട് എൽ ഷേപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ജോയിൻ ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുക, വൈൻഡിങ് വൗണ്ട് ചെയ്യുക. ഓക്കെ, ഇനി ഷെൽ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ ഹാവ് എ കോർ സ്ട്രക്ചർ ദാറ്റ് എൻക്ലോസസ് ദ വൈൻഡിങ്സ്, അതായത് കോറിന്റെ ഇടയിലാണ് എന്ത് ചെയ്യുക, വൈൻഡിങ്സ് നമ്മൾ പ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ പ്രൊട്ടക്ഷൻ ആണ്. അതുപോലെ റെഡ്യൂസ് ലീക്കേജ്, ഫ്ലക്സ് ലീക്കേജ് വളരെ കുറവാണ് ഈ ടൈപ്പ് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറിന്, ഷെൽ ടൈപ്പ് കോർ കൺസ്ട്രക്ഷന് വളരെയധികം ഫ്ലക്സ് ലീക്കേജ് കുറവാണ്. ഓക്കെ, അതുകൊണ്ട് ഇതാണ് നമ്മൾ പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും ഈ ഒരു ലിംബിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കണക്ട് ചെയ്യുക. അതുകൊണ്ട് ഇത് അടുത്തടുത്തായതുകൊണ്ട് ഫ്ലക്സ് ലീക്കേജ് കുറവാണ്. കാരണം മറ്റേതാകുമ്പോൾ നമ്മൾ ഇവിടെയും കണക്ട് ചെയ്യുന്നു, ഇവിടെയും കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഫ്ലക്സ് ഇങ്ങനെ പോകുമ്പോൾ കുറേ ലീക്കായി പോകാൻ ചാൻസ് ഉണ്ട്. മറ്റേതാകുമ്പോൾ ഇവിടെ അടുത്തടുത്തായതുകൊണ്ട് രണ്ടും ലീക്കാവാൻ ചാൻസ് ഇല്ല, ഉണ്ടാവും, പക്ഷെ കുറവാണ് കമ്പാരിറ്റീവ്ലി. അത് ഈ ഷേപ്പിലാണ്. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഈ ഷേപ്പിൽ ഉള്ള ഒരു 3 ലെഗ് ഉണ്ടാക്കി പ്ലേസ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഐ ഷേപ്പ് നമ്മൾ എന്ത് ചെയ്യും, വെച്ച് എൻക്ലോസ് ചെയ്യും. എന്നിട്ട് ഈ ഒരു സെൻട്രൽ മിഡിൽ ലിംബിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ വൈൻഡിങ്സ് കണക്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മൾ കോർ. നെക്സ്റ്റ് വൈൻഡിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, കോപ്പർ
വയറാണ് യൂസ് ചെയ്യുക. ഓക്കെ, കോപ്പറാണ് അധികം യൂസ് ചെയ്യുക, അലുമിനിയം അല്ല, കോപ്പറാണ് യൂസ് ചെയ്യുക. കോപ്പറിന് എന്താണ് നല്ല കണ്ടക്ടിവിറ്റി അധികം കൂടുതലാണ്. ഓക്കെ, രണ്ട് തരം വൈൻഡിങ്സ് ഉണ്ട്, പ്രൈമറി വൈൻഡിങ്സും ഉണ്ട്, സെക്കൻഡറി വൈൻഡിങ്സും ഉണ്ട്. ഈ ഞാൻ പറഞ്ഞില്ല, നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനത്തെ തരം കോറാണ് യൂസ് ചെയ്യുക, കാരണം കണ്ട് മനസ്സിലാൻ വേണ്ടിയിട്ട്. പക്ഷെ ശരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്, പ്രാക്ടിക്കലി അധികം യൂസ് ചെയ്യുന്നത് ഈ ടൈപ്പാണ്. പ്രൈമറിയും സെക്കൻഡറിയും സെയിം ലിമ്പിലാണ് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വൈൻഡിങ്സ്. പ്രൈമറി വൈൻഡിങ്സും സെക്കൻഡറി വൈൻഡിങ്സും ഉണ്ട്. പ്രൈമറി വൈൻഡിങ്സ് പറയുമ്പോൾ അത് സ്റ്റെപ്പ് അപ്പ് ആവും, സ്റ്റെപ്പ് ഡൗൺ ആവാം. സ്റ്റെപ്പ് അപ്പ് ആകുമ്പോൾ എന്താണ്, നമ്മുടെ വോൾട്ടേജിന് ഇൻക്രീസ് ചെയ്യാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രൈമറി വൈൻഡിങ്ങിൻ്റെ കണ്ടക്ടറിൻ്റെ വൗണ്ട് കുറവാകും, നമ്പർ ഓഫ് ടേൺസ് കുറവാകും, അതേപോലെ തന്നെ അതിൻ്റെ തിക്നെസ് വളരെയധികം കൂടുതലായിരിക്കും. സെക്കൻഡറി വൈൻഡിങ്സിൻ്റെ നമ്പർ ഓഫ് വൈൻഡിങ്സ് വൗണ്ട് നമ്പർ ഓഫ് ടേൺസ് വളരെയധികം കൂടുതലാവും, പക്ഷെ അതുപോലെ തിക്നെസ് എന്താവും, കുറവാകും, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഇതാണ് വൈൻഡിങ്സ് എന്ന് പറയുക. ഈ വൈൻഡിങ്സ് ഇതിനാവും ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത് എന്താവും, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവില്ലേ, ഇതിങ്ങനെ വൗണ്ട് ചെയ്യുമ്പോൾ ഷോർട്ട് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇത് ഇൻസുലേറ്റ് ചെയ്ത്. നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസ്ഫോമർ ടാങ്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കോറിൽ വൈൻഡിങ് ചുറ്റി വൗണ്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം, ഇത് നമ്മളൊരു പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യണം നമ്മുടെ മോട്ടറിൽ, അതുപോലെ ജനറേറ്ററിലൊക്കെ യോക്ക് പോലെ. നമ്മൾ ട്രാൻസ്ഫോമർ ടാങ്ക് ആണ് ഉപയോഗിക്കുക. അപ്പോൾ ട്രാൻസ്ഫോമർ ടാങ്ക് എന്താ ചെയ്യുക, ഈ ട്രാൻസ്ഫോമർ ടാങ്കിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കോറും വൈൻഡിങ്സ് ഒക്കെ പ്ലേസ് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യും, എന്തിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും, റെയിന്, ഡസ്റ്റ്, അങ്ങനെ പൊടിപടലങ്ങൾക്ക് നിന്ന് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ മെയിൻ പാർട്ടാണല്ലോ കോറും വൈൻഡിങ്ങും, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഷെല്ലാണ് എന്ത്, ട്രാൻസ്ഫോമർ ടാങ്ക്. ഇതിനെ ടാങ്ക് എന്ന് വിളിക്കാൻ കാരണം, നമ്മൾ ഇതിൽ ഓയിൽ നിറയ്ക്കും, എന്തിനാ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഫോട്ടോയിൽ, ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ ഇതാണ് ട്രാൻസ്ഫോമർ ടാങ്ക്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ വൈൻഡിങ്സും കോറും ഒക്കെ ഉള്ളത്. ഓക്കെ, ഈ ട്രാൻസ്ഫോമർ ഓയിൽ, നെക്സ്റ്റ് വൺ ഈസ് ഈ ട്രാൻസ്ഫോമർ ഓയിൽ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ്സ്, അതായത് നമ്മളിപ്പോൾ ഈ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുമ്പോൾ വളരെയധികം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, നല്ല ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ട്രാൻസ്ഫോമർ ചിലപ്പോൾ ബ്ലാസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്, കത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നോട്ട് കൂളിംഗ് ദ ട്രാൻസ്ഫോമർ, കൂളിംഗ് പർപ്പസിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫോമർ ഓയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്ഫോമർ ഓയിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, രണ്ട് ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ബെറ്റർ കൂളിംഗ് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻസുലേഷൻ, നല്ലൊരു ഇൻസുലേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഈ ട്രാൻസ്ഫോമർ ഇപ്പോൾ മോട്ടർ ആണെങ്കിൽ മോട്ടറിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അത് റൊട്ടേറ്റ് ആയതുകൊണ്ട് അത് അവിടെ കൂളിംഗ് ഫാൻ വെച്ചിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ട്രാൻസ്ഫോമർ സ്റ്റാറ്റിക് പാർട്ട് ആയതുകൊണ്ട് അവിടെ ഒരു കൂളിംഗ് നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്ഫോമർ ഓയിൽ എന്ത് ചെയ്യും, ഫില്ല് ചെയ്യും. എന്നിട്ട് അതിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ വൈൻഡിങ്സും കോറൊക്കെ നമ്മൾ അതിൽ വെക്കുക. അപ്പോൾ എന്താണ്, ഇൻസുലേഷനും അതുപോലെ തന്നെ നമ്മുടെ ബെറ്റർ കൂളിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ചൂട് കൂടുമ്പോൾ എന്ത് ചെയ്യും, ഈ വൈൻഡിങ്സിൻ്റെ ഇൻസുലേഷൻ എന്താവും, ഡാമേജ് ആവും. അപ്പോൾ എന്ത് ചെയ്യും, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും, അപ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രാൻസ്ഫോമർ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂളിംഗ് കിട്ടും, അതുപോലെ തന്നെ ഇൻസുലേഷനും കിട്ടും. ട്രാൻസ്ഫോമർ ഓയിൽ സാധാരണ മിനറൽ ഓയിലായിട്ടാണ് യൂസ് ചെയ്യുക. ഓക്കെ, മിനറൽ ഓയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസ്ഫോമർ ഓയിലായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൺ ഈസ് കൺസർവേറ്റർ ടാങ്ക്. ഓക്കെ, അപ്പോൾ ഈ കൺസർവേറ്റർ ടാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സിലിണ്ടറിക്കൽ കണ്ടെയ്നർ ആണ്, ദാറ്റ് ക്ലോസ്ഡ് ഫ്രം ബോത്ത് എൻഡ് ആൻഡ് ടിപ്പിക്കലി മൗണ്ടഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ട്രാൻസ്ഫോമർ മെയിൻ ടാങ്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു കൺസർവേറ്റർ ടാങ്ക്. ഈ കൺസർവേറ്റർ ടാങ്ക് എന്ന് പറയുമ്പോൾ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്. ഓക്കെ, സിലിണ്ടറിക്കൽ ഷേപ്പുള്ള ടാങ്ക് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പിക്ചറിൽ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഒരു കൺസർവേറ്റർ ടാങ്ക്. ഓക്കെ, അപ്പോൾ ഈ കൺസർവേറ്റർ ടാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ടാങ്കിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ കൺസർവേറ്റർ ടാങ്ക് നമ്മൾ എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഒരു പൈപ്പ് വെച്ചിട്ട് നമ്മൾ മെയിൻ ടാങ്കും ഈ കൺസർവേറ്റർ ടാങ്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ കണക്ഷൻ. ഈ കണക്ഷൻ, ആ പൈപ്പ് പോകുന്നത് മെയിൻ ടാങ്കിലേക്ക് പോകുന്ന ആ കണക്ഷനാണ് ഇത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷൻ നോക്കാം. ദ ഓയിൽ കൺസർവേറ്റർ ടാങ്ക് പർപ്പസ് ഈസ് ടു ഓഫർ ഇനഫ് സ്പേസ് ഫോർ ദ ട്രാൻസ്ഫോമർ ഓയിൽ ടു എക്സ്പാൻഡ് ആൻഡ് കോൺട്രാക്ട്. ഇറ്റ് വേരീസ് അക്കോർഡിംഗ് വിത്ത് ദ ഫ്ലക്ച്വേഷൻ ഇൻ ദ മെയിൻ ടാങ്ക് സംബീഷൻ ടെമ്പറേച്ചർ ഫോർ ദ ട്രാൻസ്ഫോമർ ഓയിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ട്രാൻസ്ഫോമറിൽ രണ്ട് തരം ടാങ്ക് ഉണ്ട്, മെയിൻ ടാങ്കും ഉണ്ട്, അതുപോലെ കൺസർവേറ്റർ ടാങ്കും ഉണ്ട്. അപ്പോൾ മെയിൻ ടാങ്കിൽ ഫുള്ളായിട്ട് ഓയിൽ ഫില്ല് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ കൺസർവേറ്റർ ടാങ്കിൽ 70% ഓയിലേ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ,
ഇതിന്റെ സൈഡിലായിട്ട് നമുക്കൊരു ഇൻഡിക്കേറ്റർ കാണും. ആ ഇൻഡിക്കേറ്ററിൽ നമുക്ക് എത്ര ഓയിൽ ഇതിലുണ്ട്, ഈ കൺസർവേറ്റർ ടാങ്കിൽ എത്ര ഓയിൽ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ട്രാൻസ്ഫോമറൊക്കെ ഒന്ന് ജസ്റ്റ് കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും സൈഡിലായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു മെയിൻ ടാങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫുൾ ഓയിൽ ഫിൽ ചെയ്തിട്ടുണ്ട്. കൺസർവേറ്റർ ടാങ്കിൽ 70% ഓയിൽ ഫിൽ ചെയ്തിട്ടുണ്ടാവുള്ള, ബാക്കി 30% എന്താണ് ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്ഫോമർ ഹൈ ഓപ്പറേഷനിലൊക്കെ ഹൈ പവറിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ, ഹൈ വോൾട്ടേജ് ഒക്കെ ആകുമ്പോൾ ട്രാൻസ്ഫോമറിന്റെ വൈൻഡിങ് എന്ത് ചെയ്യും, ചൂടാവും. ഓക്കെ, ചൂടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓയിൽ എന്തിനാണ്, ഞാൻ കൂളിങ്ങിനാണ് പറഞ്ഞത്. അപ്പോൾ ഓയിലും എന്താവും, ഹൈ ചൂടാവും. അപ്പോൾ ഓയിൽ എന്താവും, ബോയിൽ ആവും. ഓക്കെ, ഓയിൽ എന്ത് ചെയ്യും, വിസ്കോസിറ്റി കുറഞ്ഞ് ഓയിലിന്റെ വിസ്കോസിറ്റി കുറയും, ഓയിലിന്റെ വോളിയം കൂടും, ഓയിൽ എന്ത് ചെയ്യും, ബോയിൽ ആവും, തിളയ്ക്കും. അപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ മെയിൻ ടാങ്കിൽ ഓൾറെഡി മെയിൻ ടാങ്കിൽ ഫുൾ ഓയിലായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഓയിൽ തിളച്ച് കഴിഞ്ഞാൽ എന്താവും, കൺസർവേറ്റർ ടാങ്ക് ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, മെയിൻ ടാങ്ക് എന്ത് ചെയ്യും, ബ്ലാസ്റ്റ് ആവും, പൊട്ടിത്തെറിക്കും. അപ്പോൾ ആ എക്സ്ട്രാ വരുന്ന ഓയിൽ, അപ്പോൾ ഓയിലിന്റെ വോളിയം കൂടുമ്പോൾ മെയിൻ ടാങ്കിൽ സ്പേസ് ഇല്ലല്ലോ, അപ്പോൾ എക്സ്ട്രാ വരുന്ന ഓയിൽ എന്ത് ചെയ്യും, നേരെ പോയി കൺസർവേറ്റർ ടാങ്കിൽ പോയി ഫില്ലാവും. ഓക്കെ, കാരണം കൺസർവേറ്റർ ടാങ്കിൽ ഓൾറെഡി കുറച്ച് എയർ ഉണ്ട്, എയർ ഗ്യാപ്പാണ്. ഓക്കെ, അപ്പോൾ 70% ഓയിലുള്ളൂ. അപ്പോൾ എക്സ്ട്രാ വരുന്ന ഓയിൽ എന്ത് ചെയ്യും, കൺസർവേറ്റർ ടാങ്കിൽ എന്ത് ചെയ്യും, പോയും ഫില്ലാവും. ഓക്കെ, അതാണ് ഒരു ഫംഗ്ഷൻ. അതുപോലെ തന്നെ ഇപ്പോൾ കൺസർവേറ്റർ ടാങ്കിൽ മീൻസ് മെയിൻ ടാങ്കിൽ ഓയിൽ കുറേ കാലം കഴിഞ്ഞാൽ ഓയിൽ മെയിൻ ടാങ്കിൽ കുറയുമല്ലോ. ഇതിങ്ങനെ ആയി ഓയിൽ ഇങ്ങനെ ഗ്യാസ് ആയി പോകുമല്ലോ. അപ്പോൾ ഓയിൽ മെയിൻ ടാങ്കിൽ കുറവാന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഈ കൺസർവേറ്റർ ടാങ്കിൽ ഓൾറെഡി ഓയിൽ ഉണ്ട്, അതൊരു റിസർവോയർ ആയിട്ട് ആക്ട് ചെയ്യും. ആ എക്സ്ട്രാ ഓയിൽ കൺസർവേറ്റർ ടാങ്ക് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എക്സ്പാൻഷനും അതുപോലെ തന്നെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും രണ്ട് പർപ്പസും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓയിൽ ഇല്ലെങ്കിൽ ഓയിൽ പ്രൊവൈഡ് ചെയ്യും കൺസർവേറ്റർ ടാങ്ക്. അതേപോലെ തന്നെ ഓയിൽ ഓവർ ആണെങ്കിൽ ആ എക്സ്ട്രാ വരുന്ന ഓയിൽ നേരെ കൺസർവേറ്റർ ടാങ്കിൽ പോയിട്ട് ഫില്ലാവും. അപ്പോൾ ഇതാണ് കൺസർവേറ്റർ ടാങ്ക് എന്ന് പറയുക. ഓക്കെ, ബ്രീത്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രീത്തർ കണക്ട് ചെയ്തിട്ടുള്ളത് കൺസർവേറ്ററി ടാങ്കിന്റെ മുകളിലായിട്ടാണ് എന്ത് ചെയ്യുക, ബ്രീത്തർ കണക്ട് ചെയ്താണ് ബ്രീത്തർ. ഓക്കെ, ഈ വളഞ്ഞ് കാണുന്ന നമ്മൾ ഈ ബ്രീത്തർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു നീല കളറിലാവും ബ്രീത്തറിന്റെ ഇവിടെ കാണുക. ഓക്കെ, അത് സിലിക്ക ജെല്ലാണ്. അപ്പോൾ ബ്രീത്തർ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ട്രാൻസ്ഫോമറിന് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തിനാ ബ്രീത്ത് ചെയ്യുന്നത്, നമ്മുടെ എയർ ഇൻടേക്കും അതുപോലെ എക്സൈലും ചെയ്യുമല്ലോ. അതുപോലെ ട്രാൻസ്ഫോമറിന് അതേപോലെ തന്നെ ചെയ്യാനാണ്. ട്രാൻസ്ഫോമർ ഇപ്പോൾ സപ്പോസ് ട്രാൻസ്ഫോമർ രണ്ട് കണ്ടീഷനാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഓവർ ട്രാൻസ്ഫോമറിന്റെ ഓയിലിൻ്റെ ഉള്ളിൽ, ട്രാൻസ്ഫോമർ മെയിൻ ടാങ്കിന്റെ ഉള്ളിൽ ഓയിൽ ഇല്ലായിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, കൺസർവേറ്റർ ടാങ്കിൽ നിന്ന് ഓയിൽ മെയിൻ ടാങ്കിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പോൾ ഫ്ലോ ചെയ്യണമെങ്കിൽ ഒരു എയർ ഫ്ലോ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബ്രീത്തർ ആവശ്യമാണ്, അല്ലെങ്കിൽ എയർ പോവില്ലല്ലോ അകത്തേക്ക്. അപ്പോൾ ഒരു ബ്രീത്തർ. അതുപോലെ തന്നെ ഓവർ ഫ്ലോ ആയി കഴിഞ്ഞാൽ മീൻസ് നല്ല അധികം ഹൈ ടെമ്പറേച്ചർ കാരണം മെയിൻ ടാങ്കത്തെ ഓയിൽ കൺസർവേറ്റർ ടാങ്കിലേക്ക് പോകുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ തിരിച്ചും ഓയിൽ പോകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, എയർ ഫ്ലോ ചെയ്യണം. അപ്പോൾ എയർ ഫ്ലോ നടക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രീത്തർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻടേക്ക് ആകുമ്പോൾ, ട്രാൻസ്ഫോമർ ഇൻടേക്ക് ആകുമ്പോൾ എന്ത് ചെയ്യും, പൊടിപടങ്ങൾ, അതായത് അറ്റ്മോസ്ഫിയറിലൊക്കെ മോയ്സ്ചർ കണ്ടന്റും അതുപോലെ തന്നെ ഡസ്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഡസ്റ്റിന് മോയ്സ്ചർ കണ്ടന്റിനൊക്കെ ഒരു ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു സിലിക്ക ജെൽ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിലിക്ക ജെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രൈ എയർ, അതായത് മോയ്സ്ചർ എയർ, മഴക്കാലത്തൊക്കെ മോയ്സ്ചർ എയർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ മോയ്സ്ചർ എയറിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക, ആ എയറിനൊക്കെ പ്രിവെൻറ്റ് ചെയ്ത് ഡ്രൈ എയർ ആക്കി കൺവേർട്ട് ചെയ്യുന്നതാണ് സിലിക്ക ജെല്ല്. ഓക്കെ, ഈ സിലിക്ക ജെല്ല് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, 2 യൂസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സിലിക്ക ജെല്ല് എന്ത് ചെയ്യും, ഇതിൻ്റെ കളറ് മാറും. അപ്പോൾ നമ്മളിത് വീണ്ടും എടുത്തിട്ട് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഈ സിലിക്ക ജെല്ല് പഴയ പോലെയാവും. ഓക്കെ, ഇപ്പോൾ ഫ്രഷ് സിലിക്ക ജെല്ലിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഈ ബ്ലൂ കളറാണ്. നെക്സ്റ്റ് വൺ ഈസ് കൂളിംഗ് ഫാൻ ആൻഡ് ഫിൻസ്. അപ്പോൾ ഈ കൂളിംഗ് ഫാനും ഫിൻസും നമ്മൾ ട്രാൻസ്ഫോമറിന് പുറത്ത് കാണാറുണ്ട്. ഇതാണ് കൂളിംഗ് ഫാൻസും ഫിൻസൊക്കെ. ഓക്കെ, ഇതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ കൂളിങ്ങിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഈ കൂളിംഗ് ഇതിൻ്റെ നമ്മളിപ്പോൾ പുറത്ത് കാണുന്ന ഈ ഔട്ട്ഡോർ ട്രാൻസ്ഫോമറിലൊന്നും ഫാൻ ഉണ്ടാവില്ല. ഇൻഡോർ ട്രാൻസ്ഫോമറിലൊക്കെ ഫാൻ ഉണ്ടാവും, കൂളിംഗ് ഫാൻസ് ഉണ്ടാവും. അതുപോലെ ഹൈ പവർ റേറ്റിംഗ് ട്രാൻസ്ഫോമറിലൊക്കെ എന്ത് ചെയ്യും, കൂളിംഗ് ഫാൻസ്. നമ്മൾ പവർ സ്റ്റേഷനിലൊക്കെ ഹൈ KV, അതായത് 11 KV 400 KV ഒക്കെ ആക്കി കൺവേർട്ട് ചെയ്യുന്ന വലിയ വലിയ ട്രാൻസ്ഫോമറിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഫാൻസ് ഒക്കെ ഫിറ്റ് ചെയ്യണം. കാരണം അത്രയും ഹൈ പവറിൽ വർക്ക് ചെയ്യുന്ന ട്രാൻസ്ഫോമറാണ്. അപ്പോൾ എന്താണ്, ഈ ഫിൻസിൻ്റെ ഉള്ളിലൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ചെറിയ ഒരു പൈപ്പ് ഉണ്ടാവും. ആ പൈപ്പിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഓയിലും അല്ലെങ്കിൽ വാട്ടറിന് യൂസ് ചെയ്യാറില്ല, ഓയിൽ നമ്മൾ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, ട്രാൻസ്ഫോമറിനെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ എയർ ഇത് കൂടെ പോയി
നമ്മൾ ഫാൻ എന്ത് ചെയ്യും, ഇത് ഇവിടെ ഫിക്സ് ചെയ്യും. അപ്പോൾ ഈ ഫാൻ ഇങ്ങനെ കറങ്ങുമ്പോൾ കാറ്റ് കാരണം നമ്മുടെ ഓയിലിനെ തണുപ്പിക്കും. അപ്പോൾ ചൂട് എന്ത് ചെയ്യും, നമുക്ക് കളയാൻ പറ്റും. നമ്മൾ അറിയാലോ കാര്യങ്ങൾ. ഓക്കെ, അതാണ് കൂളിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൂളിംഗ് ഫാൻസും ഫിൻസും യൂസ് ചെയ്യുന്നത്. അത്ര മനസ്സിലാക്കിയാൽ മതി. അടുത്ത ബുഷിങ്സ്. ബുഷിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഔട്ട്പുട്ട് ടെർമിനൽസ് ആണ് എന്ത് ഈ ബുഷിങ്സ് എന്ന് പറയുക. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉള്ളിൽ നിന്ന് കേബിൾ എടുക്കാൻ പറ്റില്ല, കാരണം മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യുമ്പോൾ ആ കേബിൾ ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ്, നമ്മൾ ബുഷിങ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഒരു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ 4 ബുഷിങ്സ് ഉണ്ടാവും. 3 ഫേസ് ആണെങ്കിൽ 6 ബുഷിങ്സ് ഉണ്ടാവും, RYB. അത് സെക്കൻഡറിയിൽ ചിലപ്പോൾ 4 ബുഷിങ്സ് ഉണ്ടാവും. മൊത്തം 7 ബുഷിങ്സ് ഉണ്ടാവും ന്യൂട്രലിന് വേണ്ടിയിട്ടും. അപ്പോൾ നമുക്ക് ഒരു ജസ്റ്റ് ടെർമിനലാണ് എന്ത് ബുഷിങ്സ്. ഓക്കെ, ഇതാണ് ബുഷിങ്സ്. ഓക്കെ, ഇത് കണ്ടോ, ഇതിൽ 7 ബുഷിങ്സ് ഉണ്ട്. ഓക്കെ, 7 ടെർമിനൽസ് ഉണ്ട്. ഇത് 3 ഫേസ് ആയതുകൊണ്ടാണ് നമ്മൾ അധികം 3 ഫേസ് ട്രാൻസ്ഫോമർ ആണല്ലോ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് RYB, ഇത് പ്രൈമറി RYB, സെക്കൻഡറി RYB, ന്യൂട്രൽ പ്ലസ് ന്യൂട്രൽ. ഓക്കെ, എന്താണ് ബുഷിങ്സ് പറയുമ്പോൾ നമ്മൾ ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കേബിൾസ് കണക്ട് ചെയ്യുക, ഔട്ട്പുട്ട് എടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഡയറക്റ്റ് കേബിൾ ഉള്ളിൽ നിന്ന് എടുത്ത് കഴിഞ്ഞാൽ കേബിൾ ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യുമ്പോൾ, ഓയിലൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ ട്രാൻസ്ഫോമറിൻ്റെ ഇതിൻ്റെ കവർ തുറക്കുമ്പോൾ ഇതിൻ്റെ വൈൻഡിങ്സിൻ്റെ കേബിൾസ് ഒക്കെ ലൂസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ബുഷിങ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നമില്ല. ഈ ബുഷിങ്സ് സാധാരണ പ്രോസിലിൻ, അതായത് നമ്മുടെ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലാണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ ഫുൾ ഷോർട്ട് ആവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പോർസിലിൻ അല്ലെങ്കിൽ എപ്പോക്സി റെസിൻസ് അല്ലെങ്കിൽ അതുപോലത്തെ മെറ്റീരിയൽസ് ആണ് എന്ത് ചെയ്യുക, ബുഷിങ്സിന് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അടുത്ത് ബക്ക്ഹോൾസ് റിലേ. ബക്ക്ഹോൾസ് റിലേ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമറിൻ്റെ മെയിൻ ഒരു റിലേ ആണ്. ഓക്കെ, 500 kVA എബോവ് 500 kVA, KVA പറഞ്ഞാൽ പവർ റേറ്റിംഗ്, മോളിൽ യൂസ് ചെയ്യുന്ന ഹൈ പവർ റേറ്റിംഗിൽ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമറിൽ യൂസ് ചെയ്യുന്ന ഒരു റിലേ ആണ് ബക്ക്ഹോൾസ് റിലേ എന്ന് പറഞ്ഞാൽ. അതായത് ഈ ബക്ക്ഹോൾസ് റിലേ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പ്ലേസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൺസർവേറ്റർ ടാങ്കിൻ്റെയും മെയിൻ ടാങ്കിൻ്റെ ഇടയിൽ ഒരു പൈപ്പ് കണക്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ, ആ പൈപ്പ് പോകുന്ന വഴിയിലാണ് നമ്മൾ ഈ ബക്ക്ഹോൾസ് റിലേ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഈ ബക്ക്ഹോൾസ് റിലേയുടെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രൊട്ടക്റ്റിംഗ് ഡിവൈസ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ ഹൈ ടെമ്പറേച്ചർ ആകുമ്പോൾ നമ്മുടെ ഈ കണ്ടക്ടറിൻ്റെ കണ്ടക്ടറിൻ്റെ ഇൻസുലേഷൻ എന്ത് ചെയ്യും, വാർണിഷ് ചെയ്തിട്ടുണ്ടാവില്ലേ നമ്മൾ ഇൻസുലേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതെന്ത് ചെയ്യും, ആ ഇനാമൽ ഡീകമ്പോസ് ആയിട്ട് എന്ത് ചെയ്യും, ഓയിൽ കുറേ ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഗ്യാസസിനെ ഡിറ്റക്ട് ചെയ്യുന്ന, അതായത് മീത്തേൻ, കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ, അങ്ങനത്തെ ഗ്യാസസ് ഒക്കെയാണ് എന്ത് ചെയ്യുക, ഓയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുക, ബബിൾസ്. ഓക്കെ, ഓയിൽ ബബിൾസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഗ്യാസസിനെ എന്ത് ചെയ്യണം, ഗ്യാസസിനെ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് ആണ് എന്ത്, ബക്ക്ഹോൾസ് റിലേ എന്ന് പറഞ്ഞാൽ. ആ റിലേയിൽ കണക്ട് ചെയ്താൽ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരെ ഒരു അലാം അടിക്കും. ഓക്കെ, പവർ സ്റ്റേഷനിലൊക്കെ ബക്ക്ഹോൾസ് അലാം പറഞ്ഞിട്ട് അടിക്കും. ഓക്കെ, അപ്പോൾ അത് ആ ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായില്ലേ, അതായത് നമ്മുടെ വൈൻഡിങ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വാർണിഷ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ വാർണിഷ് ഹൈ ടെമ്പറേച്ചർ ആകുമ്പോൾ ഈ വാർണിഷ് എന്ത് ചെയ്യും, ഡീകമ്പോസ് ആവും. അപ്പോൾ അങ്ങനെ ഓയിൽ എന്ത് ചെയ്യും, ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഓയിൽ ബബിൾ ചെയ്യും. അപ്പോൾ ഈ ഗ്യാസസിനെ ഡിറ്റക്ട് ചെയ്യുക, അതായത് നമ്മൾ മീത്തേൻ, കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ, അതുപോലത്തെ ഗ്യാസസിനൊക്കെ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു റിലേ ആണ് എന്ത്, ബക്ക്ഹോൾസ് റിലേ എന്ന് പറയുക. ഓക്കെ, അതിൽ ട്രാപ്പായിട്ട് അതിലൊരു റിലേ വർക്ക് ചെയ്ത് അവിടെ ഒരു അലാം പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അലാം ഉണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ എന്തെങ്കിലും ഓവറായിട്ട് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ട് എന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റിലേ ആണ് ബക്ക്ഹോൾസ് റിലേ പറഞ്ഞാൽ. വലിയ ട്രാൻസ്ഫോമറിലൊക്കെ യൂസ് ചെയ്യുന്ന റിലേ ആണ് ബക്ക്ഹോൾസ് റിലേ എന്ന് പറയുക. എന്നിട്ട് അതെന്ത് ചെയ്യും, അതേപോലെ തന്നെ അത് ട്രിപ്പ് ആവും ചെയ്യും. അങ്ങനെ ഇപ്പോൾ വൈൻഡിങ്സിന് ഇൻസുലേഷനൊക്കെ പോയത് പ്രശ്നമല്ല, അപ്പോൾ അത് ട്രിപ്പ് ആവും ചെയ്യും. പ്രൈമറി വൈൻഡിങ്ങിൻ്റെ അവിടെ എന്ത് ചെയ്യും, ബ്രേക്കർ ചെയ്യും, ട്രിപ്പ് ആവും. അപ്പോൾ ട്രാൻസ്ഫോമർ എന്ത് ചെയ്യും, ഓഫ് ആവും. അടുത്ത എക്സ്പ്ലോഷൻ വെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നോർമലി ഇപ്പോൾ ഹൈ ടെമ്പറേച്ചർ ഒക്കെ ആണെങ്കിൽ നമ്മൾ കൺസർവേറ്റർ ടാങ്കിൽ തന്നെയാണ് നേരെ പോയി ഫില്ലാവുക. ഓക്കെ, മെയിൻ ടാങ്കിലത്തെ ഓയിൽ തിളച്ച് കൺസർവേറ്റർ ടാങ്കിൽ പോയിട്ട് ഫില്ലാവും. പെട്ടെന്ന് വലിയൊരു ഓവർ വോൾട്ടേജ്, ഇപ്പോൾ ഇടിമിന്നലൊക്കെ ഉണ്ടെങ്കിൽ ഹൈ വോൾട്ടേജ് ആണെങ്കിൽ പെട്ടെന്ന് തിളച്ച് എക്സ്പ്ലോഷൻ ഉണ്ടാവും. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങനെ എമർജൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓയിൽ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പ്ലോഷൻ വെൻറ്റ് യൂസ് ചെയ്യുക. അപ്പോൾ എക്സ്പ്ലോഷൻ വെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചു തരാം. പഴയ ട്രാൻസ്ഫോമറിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് എക്സ്പ്ലോഷൻ വെൻറ്റ്. അതാണ് എക്സ്പ്ലോഷൻ വെൻറ്റ്. മെയിൻ ടാങ്കിൽ നിന്ന് വരുന്നൊരു ഓവർഫ്ലോ ഒരു വാൾവാണ്. ഓക്കെ, ഒരു ഓവർഫ്ലോ പൈപ്പാണ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ എൻഡിൽ ഒരു ഡയഫ്രം നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ
ഹൈ ടെമ്പറേച്ചർ ആകുമ്പോൾ എന്ത് ചെയ്യും, ഈ ഓയിൽ തിളച്ച് പെട്ടെന്ന് ഉണ്ടാവുന്ന വോൾട്ടേജ്, ഹൈ വോൾട്ടേജിന് ഓയിൽ പെട്ടെന്ന് തിളച്ച് ഇവിടെ പോകാൻ സമയം ഉണ്ടാവില്ല, കൺസ്യൂമർ ടാങ്കിൽ നിറയാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ അതും കൂടി ഒരു ലിമിറ്റ് ഉള്ളൂ ഇതിന്, ഈ ടാങ്കിൽ ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ലിമിറ്റും കഴിഞ്ഞ് പെട്ടെന്ന് പൊട്ടിത്തെറിക്കേണ്ട വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു എക്സ്പ്ലോഷൻ വെന്റ് യൂസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഈ എക്സ്പ്ലോഷൻ വെന്റിന്റെ അവിടെ ഡയഫ്രം ഉണ്ട്, ആ ഡയഫ്രം പൊട്ടിയിട്ട് ഈ ഓയിൽ പുറത്തേക്ക് പോകും. ഓക്കെ, അതിനാണ് നമ്മൾ എക്സ്പ്ലോഷൻ വെന്റ് യൂസ് ചെയ്യുന്നത്. ഇത് പണ്ടത്തെ ട്രാൻസ്ഫോമറിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇതിന്റെ ഡയഫ്രം. ഈ ഡയഫ്രം പൊട്ടിയിട്ടാണ് ഈ അധികം വരുന്ന ഓയിൽ പുറത്തേക്ക് പോകുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ PRV ആണ്, പ്രഷർ റിലീസ് വാൾവ് ആണ് യൂസ് ചെയ്യുക. ഇതിപ്പോൾ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, ഇതിന്റെ പരിപാടി കഴിഞ്ഞു. നമുക്ക് വീണ്ടും ഡയഫ്രം വെച്ച് ഫിറ്റ് ചെയ്യാൻ മെയിൻ്റെനൻസ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ PRV പ്രഷർ റിലീസ് വാൾവ് ആകുമ്പോൾ നമുക്ക് ആ പ്രശ്നമില്ല. എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട്, എന്തെങ്കിലും ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ ഈ വാൾവ് എന്ത് ചെയ്യും, തുറന്ന് ഫുൾ ഓയിൽ പുറത്തേക്ക് പോകും. ഓക്കെ, ട്രാൻസ്ഫോമറിനെ പ്രിവെന്റ് ചെയ്യും ഷോർട്ട് സർക്യൂട്ട്. ഇതൊക്കെയാണ് ട്രാൻസ്ഫോമറിന്റെ മെയിൻ പാർട്സുകൾ എന്ന് പറയാച്ചാൽ. ഓക്കെ, നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.